ഓക്കെ, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ 8ാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണ്. 8ാമത്തെ യൂണിറ്റിന്റെ പേരെന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു PDF നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നോക്കുക, നിങ്ങൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുക, ലഭിച്ചിട്ടുള്ള നോട്ട് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. വളരെ കൺസൈസ് ആയ നോട്ടാണ്, 2 പേജുകളേ ഉള്ളൂ. കൃത്യമായി അത് മുഴുവനും പഠിക്കുക. കാര്യം അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഏകദേശം എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായി വായിച്ച് പഠിക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണ് എന്നറിയാം. അപ്പൊ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്? അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സ്പേസിലും ടൈമിലും സിനുസോയിഡലി വേരി ചെയ്യും. ഇങ്ങനെയുള്ള വേവുകളെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നാൽ ഇലക്ട്രിക് ഫീൽഡുകളും മാഗ്നറ്റിക് ഫീൽഡുകളും ചേരുന്നതാണ്. അവ സ്പേസിലും ടൈമിലും എങ്ങനെ വേരി ചെയ്യുന്നു? സിനുസോയിഡലി വേരി ചെയ്യുന്നു. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഈ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ആരൊക്കെയുണ്ട്? ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. തീർന്നില്ല, വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് ഇവർ രണ്ടുപേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോ പെർപെൻഡിക്കുലർ ആയ 3 സംഗതികളുണ്ട്. എന്താണ്? ഒന്ന് ഇലക്ട്രിക് ഫീൽഡ്, ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ്. ഇവ രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ഇവ രണ്ടും ഈ വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പ്രത്യേകത. ഓക്കെ, നോക്കൂ, 3ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ശ്രദ്ധിച്ചേ, എന്താണ്? എല്ലാ ഏത് ഫ്രീക്വൻസികളിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും വാക്യൂത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ ഇക്വേഷൻ നോക്കിക്കേ, C is equal to 1/√μ0ε0. C എന്നാൽ എന്താണ്? വാക്യൂത്തിലെ സ്പീഡാണ്. എന്തിന്റെ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ. ഇത് എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലെങ്കിൽ എല്ലാ ഫ്രീക്വൻസികളിലുമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളും വാക്യൂത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ സ്പീഡിലാണ് എന്ന് മാക്സ്വെൽസ് തിയറിയാണ് പ്രഡിക്ട് ചെയ്യുന്നത്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന്റെ തിയറിയാണ് ഈ പ്രഡിക്ഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോ സിയുടെ വാല്യൂ എന്താണ്? വാക്യൂത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് എത്രയാണ്? 1/√μ0ε0. μ0 നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. എന്താണ്? മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ്. ε0 ഇലക്ട്രിക് പെർമിറ്റിവിറ്റി ആണ്. എന്തിന്റെ? വാക്യൂത്തിന്റെ. ഓക്കെ, അതിന്റെ രണ്ടിന്റെയും വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് സിയുടെ വാല്യൂ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, അതാണ് നമുക്ക് മുമ്പേ നമുക്കറിയാം. എന്താണ്? ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ്? വാക്യൂത്തിലെ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ അർത്ഥമാക്കുന്നത് എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെയും ചേർത്താണ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ വിസിബിൾ ലൈറ്റും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, ഇത് വാക്യൂത്തിലാണ് എങ്കിൽ ഒരു മീഡിയത്തിൽ എങ്ങനെയായിരിക്കും? ഒരു മീഡിയത്തിൽ C = എന്തായിരിക്കും അതിന്റെ ഫോർമുല? μ0ε0ക്ക് പകരം μr∈r എന്ന് വിളിക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് μr∈r എന്ന് വിളിച്ചത്? ഒരു മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ് നമുക്ക് തന്നിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് അറിവുള്ളത്. ഓക്കെ, യഥാർത്ഥത്തിൽ ഇത് μ0ε0ക്ക് പകരം μ∈ ആണ്. ആ മീഡിയത്തിലെ പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിയുമാണ്. എന്നാൽ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്? റിലേറ്റീവ് പെർമിയബിലിറ്റിയും റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും ആണ്. എന്താണ് റിലേറ്റീവ് പെർമിയബിലിറ്റി? നിങ്ങൾക്കറിയാം, μr എന്ന് പറഞ്ഞാൽ എന്താണ്? μ/μ0 ആണ്. μ/μ0 ആണ് μr എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. അതുപോലെയാണ് ഇലക്ട്രിക് പെർമിറ്റിവിറ്റി. ഓക്കെ, അത് നിങ്ങൾക്ക് അറിവുള്ളതാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണ്? ഈ 2ാമത്തെ പോയിന്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡയറക്ഷൻ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. പിന്നെ മാക്സ്വെൽസ് തിയറി പ്രഡിക്ട് ചെയ്യുന്നത് എന്താണ്? എല്ലാ ഫ്രീക്വൻസികളിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെയും വാക്യൂത്തിലെ സ്പീഡ് ഒന്ന് തന്നെയാണ്. മീഡിയം അനുസരിച്ച് മാറുന്നു. മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഇക്വേഷൻ അക്കോർഡിംഗ് ടു മാക്സ്വെൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ? ID = ε0 d∅e/dt. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് തിയററ്റിക്കൽ ഡിസ്ക്രിപ്ഷനിലേക്ക് നമ്മൾ പോവില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് സ്കൂൾ ക്ലാസ്സുകളിൽ. സംശയം ഉണ്ടെങ്കിൽ NCERT ടെസ്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരിക്കുക. ഇതാണ് മാക്സ്വെല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആംബിയേഴ്സ് ലോയെ മോഡിഫൈ ചെയ്യുകയാണ്. ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോയെ മോഡിഫൈ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാം, ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ B.dl = μ0I എന്നാണ്. എന്നാൽ ഇവിടെ എന്താണ്? ഈ I എന്നതിനെ 2 പാർട്ടുകൾ ഉണ്ട്.
യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞത് മുമ്പേ ഉള്ള ലോയിൽ നമ്മൾ പറഞ്ഞതാണ് കണ്ടക്ഷൻ കറണ്ടിനെ മാത്രമേ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. നോക്കൂ, ഈ IC എന്നാൽ കണ്ടക്ഷൻ കറണ്ട് ആണ്. എന്നാൽ ഇവിടെ IC മാത്രമല്ല, പിന്നെന്താണ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നൊരു കാര്യവും കൂടി വരുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് ആംബിയേഴ്സ് ലോയെ നിങ്ങൾ എന്താണ് ജനറലൈസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തിരിക്കുകയാണ് എന്ന് പറയാം. നോക്കൂ, എങ്ങനെയാ മോഡിഫൈ ചെയ്തിരിക്കുന്നത്? IC പ്ലസ് ID. IC പ്ലസ് ID എന്താണ്? ε0 ഇൻറ്റു d∅e/dt. ഓക്കെ, ഇതാണ് ID അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. IC കണ്ടക്ഷൻ കറണ്ട്. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ ε0 ഇൻറ്റു d∅e/dt. ഒരു രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ ഇടയിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഫോം ചെയ്യുമ്പോൾ അതിന്റെ ഇക്വേഷൻ എന്താണ്, അതിന്റെ പ്രോപ്പർട്ടി എന്താണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ വരുന്നു എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, സംശയമുണ്ടെങ്കിൽ NCERT ടെക്സ്റ്റ് വായിച്ചു നോക്കാവുന്നതാണ്, മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നോക്കൂ, അടുത്തതാണ് മാക്സ്വെൽസ് ഇക്വേഷൻ. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, അല്ലെങ്കിൽ രണ്ടും കൂടി ചേർത്ത് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന എന്താണ് ബ്രാഞ്ചിലെ, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന ശാഖയിലെ ഫണ്ടമെന്റലായ ഇക്വേഷനുകളെയാണ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. മാക്സ്വെല്ലിന്റെ ഇക്വേഷനുകൾ 4 ഉണ്ട്. ഈ 4 ഇക്വേഷനുകളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫെനോമെനയെ ഗവേൺ ചെയ്യുന്നത്. ഓക്കെ, ആ 4 നമ്മൾ പല ചാപ്റ്ററുകളിലായി പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഇന്റഗ്രൽ ഫോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിവുള്ളതാണ്. എന്താണ് ഒന്നാമത്തേത്? ഗോസസ് ലോ ഫോർ ഇലക്ട്രിസിറ്റി. എന്താണ്? ഇന്റഗ്രൽ E.ds = Q/ε0. ഇത് ഫ്ലക്സ് ആണ്, നിങ്ങൾക്ക് അറിവുള്ളതാണ്. ഗോസസ് ലോ ഫോർ ഇലക്ട്രിസിറ്റി. നോക്കിക്കേ, അടുത്തത് ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം. ഇന്റഗ്രൽ B.ds = 0. B.ds ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം. മാഗ്നറ്റിക് മോണോപോളുകൾ എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി ഫാരഡേസ് ലോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഇന്റഗ്രൽ E.dl = -d∅b/dt. ഓക്കെ, ഇനി ആംബിയേഴ്സ് ലോ, അതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഇന്റഗ്രൽ B.dl = μ0I എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ അത് മോഡിഫൈ ചെയ്യണം, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നുള്ള കൺസെപ്റ്റ് കൂടി വരികയാണ്. അപ്പോ IA കണ്ടക്ഷൻ കറണ്ട് എന്നും ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നും മാറ്റുന്നു. അപ്പൊ നോക്കൂ, μ0IC പ്ലസ് എന്താണ് μ0 ഇൻറ്റു ID ആണ്. IDയുടെ ഫോർമുല ε0 ഇൻറ്റു d∅e/dt. ഫ്ലക്സ്, ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ് ആണിത്. ഓക്കെ, അത് മനസ്സിലാക്കുക. അതാണ് ആംബിയേഴ്സ് ലോ. അപ്പൊ ഇത് 4 കൂടി ചേരുന്നതിനെ ആണ് നിങ്ങൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫെനോമെനെ എല്ലാത്തിനെയും ഗവേൺ ചെയ്യുന്ന ഇക്വേഷനുകളാണ്, ഫണ്ടമെന്റൽ ഇക്വേഷൻസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിസത്തിലെ മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് പല പല ചാപ്റ്ററുകളിലായി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസിലേക്ക്. അപ്പൊ നോക്കൂ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് പോകുന്ന, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ട്രാവലിംഗ് ഡയറക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? Y ആക്സിസിന് പാരലലാണ്. എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്? Z ആക്സിസ് ആണ്. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നത് Y ആക്സിസിന് പാരലായും മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നത് Z ആക്സിസിന്റെ പാരലായിട്ടുമാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയ എക്സ് ആക്സിസിലായിരിക്കും, പോസിറ്റീവ് എക്സ് ആക്സിസിലായിരിക്കും. എങ്കിൽ അങ്ങനെ പോകുന്ന ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ട്രാവലിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഇക്വേഷനുകൾ എന്തൊക്കെയാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? E = E0 sin kx - ωt. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനോ B = B0 sin kx - ωt. ഓക്കെ, ഇനി E0യും B0യും കറസ്പോണ്ടിംഗ്ലി എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ആംപ്ലിറ്റ്യൂഡുകളാണ്. ഓക്കെ, ഇനി നോക്കിയേ, വളരെ 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 പ്രധാനപ്പെട്ട ഒന്നാണ് E0/B0 രണ്ടിന്റെയും, അതായത് E0 എന്നാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ B0 മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്. E0/B0 എന്ത് കിട്ടുന്നു? C കിട്ടുന്നു. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം എന്ന് കിട്ടുന്നു. അതെന്താണ്? നമ്മൾ നേരത്തെ ഒരു ഫോർമുല പഠിച്ചത് എന്താണ്? 1/√μ0ε0 സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. ഓക്കെ, നോക്കൂ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ എനർജിയും മൊമെന്റവും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എനർജി ക്രോസിംഗ് എ യൂണിറ്റ് ഏരിയ ഇൻ ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ എ വെക്ടർ എസ്. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി
എന്തുമാത്രം എനർജി ഫ്ലോ ചെയ്യുന്നു, റേറ്റ് ആണ്, സമയത്തിനനുസരിച്ച് ഒരു സെക്കൻഡിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി എന്തുമാത്രം എനർജി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു, ആരാൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളാൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന എനർജിയെ റേറ്റ് ഓഫ് ഫ്ലോ, എനർജി അല്ല, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എനർജിയെ സിഗ്നിഫൈ ചെയ്യുന്നത് ഒരു വെക്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്, വെക്റ്റർ എസ്. അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് പോയിന്റിംഗ് വെക്റ്റർ. പോയിന്റിംഗ് വെക്റ്റർ named after Henry പോയിന്റിംഗ് വെക്റ്റർ. പോയിന്റിംഗ് വെക്റ്ററിനെ ഡിഫൈൻ ചെയ്യുന്ന എക്സ്പ്രഷൻ ആണിത്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. x = 1/μ0 × E × B. E എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ, B മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ. അപ്പോ ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി ഒരു പ്രത്യേക സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ, ഒരു സെക്കൻഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ എനർജി അതാണ് റേറ്റ് എന്ന് പറയുന്ന. ആ റേറ്റിനെ സിഗ്നിഫൈ ചെയ്യുന്ന എന്തായിരിക്കും? അപ്പോ ഈ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക. നോക്കൂ, ഇയും ബിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ? എങ്കിൽ ഇ ക്രോസ് ബി എന്താണ്? ഇ ബി സൈൻ തീറ്റ സൈൻ 90 എന്താണ്? സൈൻ 91 ആണ്. അപ്പൊ നോക്കൂ, എന്താണ്? ഇ ക്രോസ് ബി = ഇ ബി സൈൻ 90. സൈൻ 91 ആയതുകൊണ്ട് ഇ ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോ എസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം നിങ്ങൾക്ക്? എസ് ഈക്വൽ ടു ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? നോക്കിക്കേ, ഇതാണ് എസ്. എസ് ഈക്വൽ ടു എന്താണ്? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതി. ഇതെന്താണ്? ഇ ബി എന്നാകുന്നത്. എസ് = ഇ ബി ബൈ μ0. ഓക്കെ, ഇ ബി ഡിവൈഡഡ് ബൈ μ0. ഓക്കെ, നോക്കൂ, ഇതിന്റെ SI യൂണിറ്റ് എന്താണ്? ജൂൾ പെർ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ വാട്ട് പെർ മീറ്റർ സ്ക്വയർ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാവുന്നതാണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കറിയാം എന്താണ് പോയിന്റിംഗ് വെക്റ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഇന്റൻസിറ്റിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഇന്റൻസിറ്റി? The energy crossing per unit area per unit time perpendicular to the direction of propagation of electromagnetic wave. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയി ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ടൈമിൽ ക്രോസ് ചെയ്യപ്പെടുന്ന എനർജിയാണ് അതിന്റെ ഇന്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ ആണിത്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക, അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. I = ½ ε0 E0² × c. എന്നാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഇനി ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ടൈംസിലാണ് എഴുതിയിരിക്കുന്നത്, ഇലക്ട്രിക് പെർമിറ്റിവിറ്റി. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിലോ ½ B0² ബൈ μ0 × c ആണ്. രണ്ടിന്റെയും യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. അറിഞ്ഞിരിക്കുക, ഇത് കാണാതെ പഠിക്കുക. ഓക്കെ, ഇത് ഇന്റൻസിറ്റി ആണ്. എന്നാൽ ടോട്ടൽ ആവറേജ് എനർജി പെർ യൂണിറ്റ് വോളിയം എന്താണ്? അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനർജി ഡെൻസിറ്റി എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് ഇത്. എന്താണ്? ε0 E0² ഡിവൈഡഡ് ബൈ 2 പ്ലസ് B²/2 μ0. ഇത് എനർജി ഡെൻസിറ്റി ആണ്. ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് ഇലക്ട്രിക് ഫീൽഡ് പാർട്ടും മാഗ്നറ്റിക് ഫീൽഡിന്റെ പാർട്ടും തമ്മിൽ കൂട്ടുക, രണ്ടിന്റെയും എനർജി കൂട്ടുക. അതാണ് കേട്ടോ എനർജി ഡെൻസിറ്റി, എനർജി പെർ യൂണിറ്റ് വോളിയം ആണിത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു സർഫസിൽ റേഡിയേഷൻ വന്ന് ഇടിക്കുകയാണ്, എക്സേർട്ട് ചെയ്യുകയാണ്, റേഡിയേഷൻ ഇടിക്കുകയാണെന്ന് വിചാരിക്കുക. എങ്കിൽ അവിടെ ഒരു നിശ്ചിത പ്രഷർ P എക്സേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, ഒരു സർഫസിൽ പെർഫെക്റ്റ്ലി, അതിപ്പോ സർഫസിന്റെ പ്രത്യേകത പറയുന്നില്ല, ഒരു സർഫസിൽ വന്ന് ഇടിക്കുമ്പോൾ റേഡിയേഷൻ പ്രഷർ എക്സേർട്ട് ചെയ്യപ്പെടും. റേഡിയേഷൻ പ്രഷറിനെ P എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, എങ്കിൽ ആ സർഫസ് ഒരു പെർഫെക്റ്റ്ലി അബ്സോർബിംഗ് സർഫസ് ആണ് എങ്കിൽ നിങ്ങൾ എക്സേർട്ട് ചെയ്ത റേഡിയേഷൻ പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? എസ് ഡിവൈഡഡ് ബൈ സി ആണ്. എസ് എന്നാൽ പോയിന്റിംഗ് വെക്റ്റർ ആണ്, ഡിവൈഡഡ് ബൈ സി അതിന്റെ സ്പീഡാണ്. ഇത് എന്താണ്? സർഫസ് പെർഫെക്റ്റ്ലി അബ്സോർബിംഗ് ആണെങ്കിൽ ഇത്. എന്നാൽ പെർഫെക്റ്റ് റിഫ്ലക്റ്റിംഗ് ആണെങ്കിലോ ഇൻസിഡന്റ് ചെയ്തതിന്റെ നോർമൽ ഫാഷനിൽ അല്ലെങ്കിൽ നോർമൽ ഡയറക്ഷനിൽ ഇത് തിരികെ വരുന്നു. അപ്പോൾ റേഡിയേഷൻ പ്രഷറിന്റെ ഇക്വേഷൻ ആണ് P = 2s ഡിവൈഡഡ് ബൈ സി. ഓക്കെ, എന്താണ്? 2s ഡിവൈഡഡ് ബൈ സി. പെർഫെക്റ്റ് അബ്സോർബിംഗ് സർഫസ് ആണെങ്കിൽ S/C യും, പെർഫെക്റ്റ് എന്താണ് റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ, പെർഫെക്റ്റ് റിഫ്ലക്ടർ ആണെങ്കിൽ 2s ഡിവൈഡഡ് ബൈ സി എന്നുമാണ് വരിക. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, ഒരു കൂട്ടമാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ റേഡിയേഷൻ അല്ല, ഒരുപാട് രീതിയിലുള്ള റേഡിയേഷനുകൾ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അതായത് ഓവർലാപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത റേഞ്ചുകളിൽ വ്യത്യസ്ത
രീതിയിലാണ് അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള റേഡിയേഷനുകളാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താണ്? ഇതിന് ശ്രദ്ധിക്കുക, അപ്പർ ലിമിറ്റോ ലോവർ ലിമിറ്റോ എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മുടെ സയന്റിഫിക് പർപ്പസിന് വേണ്ടി നമ്മൾ പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ എല്ലാ റീജിയനുകളും തമ്മിൽ പ്രത്യേക ഡിസ്റ്റിങ്ഷൻ ഇതുപോലെ ഇങ്ങനെ ഡിസ്റ്റിങ്ഷൻ ഒന്നുമില്ല, ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ശരി. അപ്പൊ നോക്കൂ, നിങ്ങൾക്കറിയാം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ആണ് അതിന്റെ ഫ്രീക്വൻസി. അപ്പൊ നോക്കൂ, ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഫ്രീക്വൻസി ഇൻക്രീസിംഗ് ആയി വരുന്ന രീതിയിൽ നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ ഓരോ റേഞ്ചിനും ഓരോ പേരുണ്ട്. ഇപ്പോ ഫ്രീക്വൻസി 10⁴ to 10⁸ ആണ്. വേവ് ലെങ്ത് 0.1 to 600 മീറ്റർ ആണ് എങ്കിൽ, മീറ്റർ ആണ് ശ്രദ്ധിക്കണം, 600 മീറ്റർ ആണെങ്കിൽ അത് റേഡിയോ വേവുകൾ എന്ന ഗണത്തിൽ പെടുന്നു. ഇനി എന്ന ഗ്രൂപ്പാണ്. 10⁻⁹ to 10⁻12 മൈക്രോവേവ്സ് ആണ്, കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ആണ്. പിന്നെ ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്. വിസിബിൾ ലൈറ്റ് ആണ് നമ്മുടെ വിസിബിൾ റേഡിയേഷൻ. ഓക്കെ, അൾട്രാ വയലറ്റ്, പിന്നെ എക്സ്റേ, ഗാമ റേ. ഇത് കാണാതെ പഠിച്ചു വെക്കുക. അപ്പോ ഫ്രീക്വൻസി ആർക്കാണ് ഏറ്റവും കൂടുതൽ? ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ഗാമ റേകൾക്കാണ്. ഓക്കെ, അന്ന് വെച്ചാൽ വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ളത് ഗാമ റേക്കാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിച്ചു കണ്ടിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഇപ്പോൾ റേഡിയോ വേവും ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും തന്നിരിക്കുന്നു. ഇതിൽ ഫ്രീക്വൻസി അടിസ്ഥാനത്തിൽ ഏതാണ് വലുത്? അല്ലെങ്കിൽ 4 തന്നിട്ട് ഫ്രീക്വൻസി അടിസ്ഥാനത്തിൽ ഏതാണ് കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്? അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പഠിച്ചു വെക്കുക, കാണാതെ പഠിച്ചു വെക്കുക. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് റേഡിയോ, മൈക്രോ, ഇൻഫ്രാ, വിസിബിൾ, അൾട്രാ, എക്സ്റേ, ഗാമ റേ. ഓക്കെ, ഫ്രീക്വൻസി കൂടി വരുന്നു. അപ്പൊ ഇതിന് ഫ്രീക്വൻസി കുറവ്, ഇതിന് ഫ്രീക്വൻസി കൂടുതൽ. ഏതെങ്കിലും ഒരു പിന്നെ ക്യാരക്ടറിസ്റ്റിക് പഠിച്ചാൽ മതി. ഫ്രീക്വൻസി ഇവിടെ കുറവ്, ഇവിടെ ഏറ്റവും കൂടുതൽ എങ്കിൽ വേവ് ലെങ്ത് നിങ്ങൾ അവിടെ തന്നെ വേവ് ലെങ്ത് രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കരുത്, ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പൊ ഒന്ന് പഠിക്കുക, ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ വേവ് ലെങ്ത് കുറവായിരിക്കും. ഇപ്പൊ നോക്കൂ, ഫ്രീക്വൻസി കുറവാണ്, അപ്പൊ ഇതിന്റെ വേവ് ലെങ്ത് നോക്കി 600 മീറ്റർ ആണ്. അത്രയും 600 മീറ്റർ ആണ് വേവ് ലെങ്ത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വേവ് ലെങ്ത് വളരെ കൂടുതലാണ്, ഇതിന്റെ വേവ് ലെങ്ത് വളരെ കുറവാണ്. എന്നാൽ ഇതിന്റെ ഫ്രീക്വൻസി, ഗാമറയുടെ ഫ്രീക്വൻസി കൂടുതലാണ്, ഇവിടെ റേഡിയോ വേവിന്റെ ഫ്രീക്വൻസി കുറവാണ്. എല്ലാത്തിന്റെയും ഫ്രീക്വൻസി കാണാതെ പഠിച്ചു വെക്കണം എന്നില്ല. വിസിബിൾ ലൈറ്റിന്റെ അറിഞ്ഞിരിക്കുക, 400 നാനോമീറ്റർ ഫ്രീക്വൻസി 4 × 10⁻14 ഹെർട്സ് to 7 × 10⁻14 ഹെർട്സ് ആണ്. അതുപോലെ വേവ് ലെങ്ത് റേഞ്ചോ 400 നാനോമീറ്റർ to 700 അല്ലെങ്കിൽ 800 നാനോമീറ്റർ ആണ് എന്ത്? വിസിബിൾ ലൈറ്റിന്റെ പിന്നെ വേവ് ലെങ്ത്. അപ്പോൾ അറിയേണ്ടത് ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കുറവ് ഇവിടെ, കൂടുതൽ ഇവിടെ. വേവ് ലെങ്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ, കുറവ് ഇവിടെ. നിങ്ങൾ വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റേഡിയോ വേവ് എന്ന് പറഞ്ഞാൽ നോക്കൂ, വലിയ വേവ് ലെങ്ത് ഉള്ളത് കൊണ്ടാണ് റേഡിയോ തരംഗങ്ങളായല്ലേ നമ്മുടെ സ്പീച്ചുകൾ അല്ലെങ്കിൽ റേഡിയോയിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? ദൂരെയുള്ള നിലയത്തിൽ നിന്നും വരുന്ന റേഡിയോ വേവുകൾ. ഇത്രയും വലിയ വേവ് ലെങ്ത് ഉള്ളത് കൊണ്ടാണ് അവർ ഇത്രയും ദൂരം എന്ത് ചെയ്യുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെയും സോഴ്സ് എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? അത് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കൂ. വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നോക്കൂ, എക്സൈറ്റേഷൻ ഓഫ് ആറ്റംസ്, സ്പാർക്ക്, അതുപോലെ ആർക്ക് ഫ്ലെയിമുകളിൽ. ഇനി റേഡിയോ വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെ, അതുപോലെ ഗാമ റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കി വെച്ചാൽ പോരാ, നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. പിന്നെ കൂടുതൽ സംശയമുണ്ടെങ്കിൽ NCERT പുസ്തകത്തിൽ വളരെ മനോഹരമായി ഈ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ചെറിയ ടോപ്പിക്കാണ് യൂസസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അത് നിങ്ങൾക്കറിയാം, വളരെ പെട്ടെന്ന് പറഞ്ഞു. റേഡിയോ വേവുകൾ എന്തിനു ഉപയോഗിക്കുന്നു? റഡാർ കമ്മ്യൂണിക്കേഷൻ, റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, അതുപോലെ മൈക്രോവേവുകൾ, ലോങ് ഡിസ്റ്റൻസ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റുകളിലൂടെയുള്ള ലോങ് ഡിസ്റ്റൻസ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു. നോക്കൂ, ക്രിസ്റ്റലുകളുടെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അത് എക്സ്റേയുടെ ഒരു രീതിയാണ്. പിന്നെന്താണ്? എക്സ്റേ നമ്മൾ എടുക്കുന്നു, ഹ്യൂമൻ ബോഡിയുടെ എക്സ്റേ പിക്ചേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ എന്താണ്? ഫ്രാക്ചറുകളോ ബോൺ ക്രാക്സോ ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നു. മെഡിക്കൽ ഡയഗ്നോസിസിന് എക്സ്റേകൾ ഉപയോഗിക്കുന്നു. ഗാമ റേ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ന്യൂക്ലിയ ഓഫ് ആറ്റംസ്, ആ ന്യൂക്ലിയയുടെ സ്ട്രക്ചർ, ന്യൂക്ലിയർ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടി ഗാമ റേ ഉപയോഗിക്കുന്നു. അപ്പോൾ സ്പെക്ട്രം നിങ്ങൾ വളരെ ചെറിയ ടോപ്പിക് ആണെന്ന് വിചാരിച്ച് കളയരുത്, കൺഫ്യൂഷൻ വരും. ഇത്രയും കാര്യങ്ങൾ ഈ ബോക്സ് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കടക്കാവുന്നതാണ്.